back to Teacher's Diary. Periodic table and electronic configuration എന്ന ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എസ് ബ്ലോക്ക് എലമെന്റ്സും പി ബ്ലോക്ക് എലമെന്റ്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അപ്പൊ ആദ്യത്തെ രണ്ട് ഗ്രൂപ്പ്സിനെ ചേർത്ത് നമ്മൾ എസ് ബ്ലോക്ക് എലമെന്റ്സും 13ാമത്തെ ഗ്രൂപ്പ് മുതൽ 18ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇനി ഡി ബ്ലോക്ക് എലമെന്റ്സ് ഏതായിരിക്കും? 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയാണ് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യത്തെ പോയിന്റ്, they are placed between S block and P block elements. S ബ്ലോക്കിന്റെയും P ബ്ലോക്കിന്റെയും ഇടയിലാണ് D ബ്ലോക്ക് എലമെന്റ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് പീരിയോഡിക് ടേബിൾ. ഇനി they are placed from group 3 to group 12 in the periodic table. പീരിയോഡിക് ടേബിളിൽ അതിന്റെ പൊസിഷൻ 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയാണ്. Then they starts from the 4th period of the periodic table. പീരിയോഡിക് ടേബിളിന്റെ പീരിയഡ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡി ബ്ലോക്കിന്റെ പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4ാമത്തെ പീരിയഡിൽ നിന്നാണ്. നമുക്കറിയാം ആദ്യത്തെ പീരിയഡിൽ ഹൈഡ്രജൻ ഹീലിയം വരുന്നു, ദെൻ 2ാമത്തെ പീരിയഡ്, 3ാമത്തെ പീരിയഡ്, 4ാമത്തെ പീരിയഡിലാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി in D block elements the last electron is filled in the D subshell. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു അവസാനത്തെ ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിലാണോ ഫിൽ ആവുന്നത് അത് ആ ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പൊ അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് എസ് ബ്ലോക്കിലാണെങ്കിൽ എസ് ബ്ലോക്ക് എലമെന്റ് എന്നും, അവസാനത്തെ ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത് പി ബ്ലോക്കിലാണെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ്സ് എന്നും, അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഡി ബ്ലോക്കിലാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. They are also called transition elements. അവയെ മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട്, ട്രാൻസിഷൻ എലമെന്റ്സ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? Because they show a transition from the electropositive S block to the electronegative P block. ഇലക്ട്രോപോസിറ്റീവ് ആയ എസ് ബ്ലോക്കിൽ നിന്നും ഒരു ട്രാൻസിഷൻ ആണ് കാണിക്കുന്നത് ഇങ്ങോട്ട് പി ബ്ലോക്കിലേക്ക്, ഇലക്ട്രോ നെഗറ്റീവ് ആയ പി ബ്ലോക്കിലേക്കുള്ള ട്രാൻസിഷൻ. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് കൂടെ പറയുന്നത്. ഇനി നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് മുൻപ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതുന്നത്? n-1 d1 to 10 ns1 to 2. ഓക്കെ, ഇപ്പൊ ഇതാണ് നമുക്ക് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ പറയാം. ദെൻ ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ and D subshell of its penultimate shell. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഉള്ള എസ് സബ്ഷെല്ലിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണവും അതിന്റെ കൂടെ ആ ഷെല്ലിന് തൊട്ട് മുൻപുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണവും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ 25 ആണ്. നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാണെങ്കിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്: 1s2 2s2 2p6 3s2 3p6 4s2 then 3d5. ഇത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഓർഡർ ആണ്. നമ്മൾ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഒരേ ഷെൽ, അതായത് ഷെല്ലുകളെല്ലാം ഒരുമിച്ച്, ഷെൽ നമ്പറുകളെല്ലാം ഒരുമിച്ച് എഴുതണം എന്ന് പറഞ്ഞു. അതായത് 1s2 2s2 2p6 3s2 3p6 3d5 കഴിഞ്ഞിട്ട് വേണം 4s2 എഴുതാനായിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടി. ഇനി ഇതിന്റെ എക്സാക്ട് ഓർഡർ പറയുമ്പോൾ നമ്മൾ എങ്ങനെ പറയേണ്ടത്? 3d5 കഴിഞ്ഞിട്ട് വേണം 4s2 എഴുതാനായിട്ട്. 3d5 4s2. ഓക്കെ, ഇനി ഇതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ഇതും തമ്മിലൊന്ന് നോക്കി. ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമുക്ക് ഇത് നോക്കാം. ns1 to 2. ഓക്കെ, അതായത് എസ് സബ്ഷെല്ലിൽ നമുക്ക് കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം മാക്സിമം 2 ആണ്. അപ്പോൾ n എന്ന് പറയുന്നത് ഇവിടുത്തെ ഷെൽ നമ്പർ ആണ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ നമ്പർ. അപ്പൊ ഈ കേസിൽ എത്രയായിരിക്കും? ഇത് 4 ആണ് n. s2 ഇവിടെ 2 ഇലക്ട്രോൺസ് എസ് സബ്ഷെല്ലിൽ വരുന്നുണ്ട്, അപ്പൊ 4s2. അപ്പൊ ഈ ഒരു പോർഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് n-1 d1 to 10. ഈ എന്നിന് തൊട്ട് മുൻപുള്ള ഷെല്ല്, അതായത് ഇവിടെ 4th ഷെല്ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ തൊട്ട് മുൻപുള്ള ഷെല്ല് എന്ന് പറയുന്നത് 3rd ഷെല്ലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് 3 ആണ്. n-1 എന്ന് പറയുന്നത് 3 ആണ്.
ഡി സബ് ഷെല്ലിൽ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആണ്. നമുക്ക് മാംഗനീസിന്റെ കേസിൽ 5 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അപ്പോൾ 3d5. ഓക്കെ, 3d5 4s2 എന്നുള്ളതാണ് മാംഗനീസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇങ്ങനെയാണ് ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ദെൻ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ നോക്കാം. ഗ്രൂപ്പ് നമ്പർ നമ്മൾ പറഞ്ഞു അവസാനത്തെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ ഉണ്ടാവും. അതിന് തൊട്ട് മുൻപുള്ള പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനത്തെ ഷെല്ലിന് തൊട്ട് മുൻപത്തെ ഷെല്ല്. അതായത് ഈ കേസിൽ അവസാനത്തെ ഷെല്ല് എന്ന് പറയുന്നത് 4 ആണ്. അതിന് തൊട്ട് മുൻപുള്ള ഷെല്ല് തേർഡ് ഷെല്ലാണ്. അതിന്റെ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോൺസിന്റെ എണ്ണം, അതായത് ഈ കേസിൽ 5 2 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഗ്രൂപ്പ് നമ്പർ കിട്ടി. അപ്പൊ 7th ഗ്രൂപ്പിലാണ് മാംഗനീസ് വരുന്നത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, 2 പ്ലസ് ഔട്ടർമോസ്റ്റ് ഡി ഇലക്ട്രോൺസ്, 2 പ്ലസ് ഔട്ടർമോസ്റ്റ് ഡി ഇലക്ട്രോൺസ് നമുക്ക് ആഡ് ചെയ്താൽ മതി. അതായത് എന്താണ് ഔട്ടർമോസ്റ്റ് ഡി ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ഫിൽ ആവുന്ന ഈ ഡി സബ് ഷെല്ലാണ്. ഓക്കെ, ഇതിന്റെ എണ്ണത്തിന്റെ കൂടെ 2 ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത, അതായത് നെക്സ്റ്റ് ഷെല്ലിൽ എസിന് മാക്സിമം വരാവുന്ന നമ്പർ എത്രയാണ്? 2 ആണ്. എന്തായാലും അത് 2 എണ്ണം ഫിൽ ചെയ്തതിന് ശേഷം മാത്രമേ ഡിയിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ 2 പ്ലസ് ഔട്ടർമോസ്റ്റ് ഡി ഇലക്ട്രോൺസ്, ഇങ്ങനെ പറഞ്ഞാലും ശരിയാണ്. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. അയൺ Fe26 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണെങ്കിൽ 1s2 2s2 2p6 10 ആയി. then 3s2 3p6 18 ആയി. then 3d ആദ്യം പോകുന്നത് 4sലേക്കായിരിക്കും, 4s2 ഓക്കെ 20. ഇവിടെ നമുക്ക് എത്ര വരും? 6. ഓക്കെ, അപ്പൊ 3d6 ഇതായിരിക്കും അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? ഒന്നുകിൽ നമുക്ക് ഈ 6ന്റെ കൂടെ 2 ആഡ് ചെയ്ത് നമുക്ക് 8th ഗ്രൂപ്പ് ആണെന്ന് എഴുതാം, 8th ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഈ 2 + 6 എന്നും ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏത് രീതിയാണോ എളുപ്പമായിട്ട് തോന്നുന്നത് ആ രീതിയിൽ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. ഇനി ഈ കേസിൽ നമുക്ക് നിക്കലാണ്. നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 28 ആണ്. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? 1s2 2s2 2p6 ഇപ്പൊ 10 ഇലക്ട്രോൺസ് കഴിഞ്ഞു. 3s2 3p6 18 ആയി. then 4s2ലേക്കാണ് ആദ്യം പോകുന്നത് 20. ഇനി നമുക്ക് 8 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ, അപ്പൊ 3d8. ഡിയിൽ മാക്സിമം 10 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ 3d8 ഇതാണ് നമുക്ക് ഈ നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 10 ആയിരിക്കും. 8 + 2 അല്ലെങ്കിൽ 2 + ഈ 8 മാത്രം ആഡ് ചെയ്യുമ്പോൾ 10th ഗ്രൂപ്പ് ആണ് നമുക്ക് നിക്കൽ വരുന്നത്. ഇനി ഇതിനെ നമുക്ക് ഷോർട്ട് ഫോം ആയിട്ട് എഴുതുന്നത് ആർഗന്റെ കൂടെ ചേർത്തിട്ടാണ്. ആർഗൻ എന്ന ഇനേർട്ട് ഗ്യാസിന്റെ കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഷോർട്ട് ഫോം എഴുതുന്നത്. അപ്പോൾ ഇവിടെ വരെ 18 ആണ് നമുക്ക് ആർഗന്റെ അറ്റോമിക് നമ്പർ വരുന്നത്. അപ്പൊ നമുക്ക് ആർഗന്റെ കൂടെ എത്ര കൂടെ ആഡ് ചെയ്യണം? 3d8 4s2 3d8 4s2 ഇതാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് നമുക്ക് നിക്കലിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അടുത്തത് നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ട് നോക്കാം. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ഗ്രൂപ്പ് 1ലും ഗ്രൂപ്പ് 2ലും പഠിച്ചു, അതിന് കൃത്യമായ ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്. മിക്കവാറും സാധാരണ രീതിയിൽ അത് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഗ്രൂപ്പ് 1ൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിഥിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. ഗ്രൂപ്പ് 2ലെ കാൽഷ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഇവിടെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ദേ ഷോ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഇൻ ദെയർ കോമ്പൗണ്ട്സ്. അതിന്റെ കോമ്പൗണ്ട്സ് അത് വ്യത്യസ്തമായ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. അതിന്റെ കാരണം എന്ന് പറയുന്നത് there is a very small energy difference between the outermost S subshell and the D subshell in the penultimate shell. അതായത് അവസാനത്തെ എസ് സബ് ഷെല്ലിന്റെയും അതിന് തൊട്ട് മുൻപുള്ള ഷെല്ലിലെ ഡി സബ് ഷെല്ലിന്റെയും എനർജി ലെവലുകൾ തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. അതുകൊണ്ട് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് അനുയോജ്യമായ സാഹചര്യത്തിൽ അതെന്ത് ചെയ്യും? ഈ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോൺസും കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് അത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് മാംഗനീസ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് +2 +3 +4 +5 +6 and +7. ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഒക്കെ മാംഗനീസിന്റെ കോമ്പൗണ്ട്സിൽ കാണിക്കുന്നതാണ്. അതുപോലെ അയണിന്റെ കേസിലാണെങ്കിൽ +2 +3 +4 +5 and +6. then
കൊബാൾട്ടിൽ കാണിക്കുന്നത് +2 +3 +4 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് സാധാരണ കാണുന്നത്. അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് +2 +3 ആണ്. നിക്കൽ അതിന്റെ കോമ്പൗണ്ട്സിൽ കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഏറ്റവും കോമൺ ആയിട്ട് കാണിക്കുന്നത് +2 ആണ്. +3 +4 അതിന് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണാറുണ്ട്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അതായത് അയണിന്റെ കേസിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് അയണിനെ നോക്കാം. അയണിന്റെ അറ്റോമിക് നമ്പർ 26 ആണ്. ദെൻ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിയുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d6 4s2 എന്ന് വരും. ഓക്കെ, അതിൽ നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതുമ്പോൾ ആർഗന്റെ കൂടെ 3d6 4s2. ഓക്കെ, ഇനി നമ്മൾ ഈ അയണിന്റെ രണ്ട് കോമ്പൗണ്ട്സ് ആണ് ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും. ഓക്കെ, ഫെറസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ FeCl2 ആണ്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആയിരിക്കും. ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്നത് FeCl3 ആണ്. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ആയിരിക്കും. ഇനി Fe2+ന്റെയും Fe3+ന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എങ്ങനെയാ വരിക? Fe2+ നമുക്ക് ആദ്യം നോക്കാം. ഇവിടെ 1s2 2s2 2p6 3s2 3p6 വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? 10 18 ഇലക്ട്രോൺസ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 26 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഈ അയണിലുള്ളത്. അതിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? 2+ ചാർജ് ആണ് വരുന്നത്. അതിനുവേണ്ടി 2 ഇലക്ട്രോൺസിനെ അത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ 2 ഇലക്ട്രോൺസ് എവിടെ നിന്നാണ്, ഏത് സബ്ഷെല്ലിൽ നിന്നാണ് ഈ 2 ഇലക്ട്രോൺസ് പോകുന്നത്? ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിൽ നിന്നാണ്. അത് 4s2 ആണ്. അപ്പൊ ഈ 4sലെ 2 ഇലക്ട്രോൺസ് ആയിരിക്കും നഷ്ടപ്പെടുക. അപ്പൊ നമ്മളിവിടെ എന്താണ് ചെയ്യേണ്ടത്? 3d6. ഓക്കെ, അപ്പൊ ഇതാണ് Fe2+ അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് നമ്മൾ ചെറുതാക്കി എഴുതാണെങ്കിൽ Ar3d6 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് Fe3+ ആയോണ്ട് Fe3+ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 3 ഇലക്ട്രോൺസ് ആണ് നഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് 3+ ചാർജ് വരുന്നത്. 2 ഇലക്ട്രോൺസ് പോകുന്നത് ഈ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലായ 4sൽ നിന്നായിരിക്കും. ഇനി ഒരെണ്ണം കൂടെ പോകണം. അത് ഇതിൽ നിന്ന് പോകും, ഈ 3dയിൽ നിന്ന് പോകും. ഇവിടെ അപ്പൊ എത്രയാവും? 5 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ 3d5 എന്ന് വരും. ഇതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് എഴുതുമ്പോൾ ആർഗന്റെ കൂടെ 3d5. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വേരിയസ് കോമ്പൗണ്ട്സ് ഓഫ് അയോണിന്റെ വേരിയസ് കോമ്പൗണ്ടിൽ കാണിക്കുന്ന ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ല് സബ്ഷെല്ലിൽ ഇലക്ട്രോൺസിന്റെ കൂടെ തന്നെ അതിന് തൊട്ട് മുൻപുള്ള ഷെല്ലിന്റെ 3d അതായത് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോൺസും കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഇവിടുത്തെ കേസിൽ ഈ 4s സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് മാത്രമല്ല പങ്കെടുക്കുന്നത് കെമിക്കൽ റിയാക്ഷനിൽ. ഈ 3d6 ഇവിടെ വരുന്നുണ്ടല്ലോ, ഈ 3dയിലെ ഇലക്ട്രോൺസും കൂടെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം ഈ 2 സബ്ഷെല്ലുകളും തമ്മിൽ എനർജി ലെവലിൽ കാര്യമായ ഡിഫറൻസ് വരുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കിട്ടുന്നത്. ഇനി മാംഗനീസിന്റെ കുറച്ച് കോമ്പൗണ്ട്സിനെ നമുക്ക് നോക്കാം. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ 25 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ഇപ്പോൾ 1s2 2s2 2p6 3s2 3p6 3d5 4s2. ഓക്കെ, അപ്പൊ 4s2ൽ നിറഞ്ഞതിന് ശേഷമാണ് 3d5 എന്ന് പറയുന്നത്. ഇനി ഓരോ കോമ്പൗണ്ട്സ് നമുക്ക് നോക്കാം. ആദ്യം കോമ്പൗണ്ട്, ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് മാംഗനീസ് ഇൻ ദാറ്റ് കോമ്പൗണ്ട്, ദെൻ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് മാംഗനീസ് അയോൺ ഇൻ കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ദെൻ ആദ്യം നമ്മൾ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, അപ്പൊ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മാംഗനീസിൽ നിന്ന് എത്ര ഇലക്ട്രോൺസ് ആണ് നഷ്ടപ്പെടുന്നത്? 2 ഇലക്ട്രോൺസ് ആണ് നഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഏത് ഷെല്ലിൽ നിന്നായിരിക്കും, ഏത് സബ്ഷെല്ലിൽ നിന്നായിരിക്കും 2 ഇലക്ട്രോൺസ് പോകുന്നത്? 4s2ൽ നിന്നാണ്. അപ്പൊ 4s2 ആണ് ഇല്ലാതാവുന്നത്. സോ 1s2 2s2 2p6 3s2 3p6 പിന്നെ 3d5. ഓക്കെ, ഇപ്പൊ 3d5 ഇവിടെ ഉണ്ടാവും. ദെൻ ആർഗണിന്റെ കൂടെ ഇവിടെ വരെ നമുക്കറിയാം 18 ആണ് ആർഗന്റെ അറ്റോമിക് നമ്പർ. ഇവിടെ വരെ ആർഗൺ ആണ്. ആർഗണിന്റെ കൂടെ 3d5 കൂടെ ആഡ് ചെയ്യാം, 3d5. ഓക്കെ, ഇതിനെ ഷോർട്ട് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയാണ് എഴുതുന്നത്. ഇനി നെക്സ്റ്റ് മാംഗനീസ് ഡയോക്സൈഡ്. മാംഗനീസ് ഡയോക്സൈഡിന്റെ കേസിൽ അതിന്റെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്. 4 ഇലക്ട്രോൺസ് ആണ് അതിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. അപ്പോ 4 ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ 2 ഇലക്ട്രോൺസ് 4sൽ നിന്നും
ബാക്കി രണ്ടെണ്ണം 3Dയിൽ നിന്നുമായിരിക്കും നഷ്ടപ്പെടുന്നത്. അപ്പൊ ഇവിടെ 3D 3 ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമുക്ക് എന്ത് ആഡ് ചെയ്യണം? 3D 3. ഇവിടെ നമുക്ക് AR 3D 3 എന്ന് കൊടുക്കാം. Then next compound മാംഗനീസ് ട്രൈഓക്സൈഡ് ആണ്. മാംഗനീസ് ട്രൈഓക്സൈഡ് ആകുമ്പോൾ +3 ആണ് മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ. ദെൻ ഇതിൽ നിന്ന് നഷ്ടപ്പെടുന്നത് എത്ര ഇലക്ട്രോൺസ് ആണ്? 3 ഇലക്ട്രോൺസ് ആണ്. ദെൻ ഇതിൽ നിന്ന് 3 ഇലക്ട്രോൺസ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? 4s 2 ഇലക്ട്രോൺസ് പോകുന്നു. ദെൻ 3Dയിൽ നിന്നാണ് 1 ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പൊ 3D4 ആയിരിക്കും. ഇവിടെ 3D4 ഇതിനെ ഷോർട്ട് ആയിട്ട് എഴുതുമ്പോൾ AR 3D4 എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വൺ മാംഗനീസ് ഹെപ്റ്റോക്സൈഡ്. മാംഗനീസ് ഹെപ്റ്റോക്സൈഡിൽ നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ, മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +7 ആണ്. 7 ഇലക്ട്രോൺസ് ആണ് ഇതിൽ നഷ്ടപ്പെടുന്നത്. അപ്പൊ 7 ഇലക്ട്രോൺസ് ഏതായിരിക്കും? ഈ 2 എണ്ണം 4s നിന്ന് പോകുന്നു, 5 എണ്ണം 3Dയിൽ നിന്നും പോകുന്നു. ബാക്കി എത്ര വരുന്നുള്ളൂ? 3p6 വരെ. അതായത് ആർഗന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷന് തുല്യമായിരിക്കും AR. നമുക്ക് ഇതിനെ ഷോർട്ട് ആയിട്ട് AR എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അതിന്റെ ഡിഫറെന്റ് കോമ്പൗണ്ട്സിൽ മാംഗനീസ് കാണിക്കുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സിന്റെ 3-4 എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ കണ്ടത്. അടുത്തത് ഡി ബ്ലോക്ക് എലമെന്റ്സ് കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഈ കോമ്പൗണ്ട്സ് കളേർഡ് ആയിരിക്കും. ഇതിന് കളറുള്ള കോമ്പൗണ്ട്സ് ആണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് സാധാരണയായി ഫോം ചെയ്യുന്നത്. ഇനി they have unfilled or half filled d orbitals. അവയ്ക്കുള്ളത് അൺഫിൽഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഫില്ല് ചെയ്യാത്ത അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള d orbitals ആണ് ഉള്ളത്. അതാണ് ഈ കളേർഡ് കോമ്പൗണ്ട്സ് വരാനുള്ള ഒരു കാരണം. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ അയൺ എഴുതിയിട്ടുണ്ട്. നമ്മൾ അയണിന്റെ അറ്റോമിക് നമ്പർ നമ്മൾ നേരത്തെ ചെയ്ത് 26 ആണ്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 3d6 4s2. നമുക്കറിയാം ഡി സബ്ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെ 6 ഇലക്ട്രോൺസ് ആണ് ഫിൽ ആയിട്ടുള്ളൂ. ദെൻ രണ്ടാമത്തെ എക്സാമ്പിൾ കോപ്പർ. അതിന്റെ അറ്റോമിക് നമ്പർ 29 ആണ്. ഇലക്ട്രോൺസിന്റെ എണ്ണം 29. ദെൻ അതിന് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 3D സബ്ഷെല്ലിൽ വരുന്നത് 9 ഇലക്ട്രോൺസ് ആണ്. അതായത് 10 ഇലക്ട്രോൺസ് വരെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. 9 എണ്ണമാണ് ഇവിടെ ഫിൽ ആയിട്ടുള്ളൂ. അപ്പൊ അത് ഫുള്ളി ഫിൽഡ് അല്ല. അപ്പൊ ഇതാണ് ഈ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള ഒരു കാരണം. ഇനി നമുക്ക് കുറച്ച് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ കളറുകളും ഒന്ന് പറയാം. ഇവിടെ കോപ്പർ സൾഫേറ്റ്, ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റിന്റെ കളർ ബ്ലൂ ആണ്. ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള കൊബാൾട്ട് നൈട്രേറ്റിന്റെ കളർ പെയിൽ പിങ്ക് ആണ്. ദെൻ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, പിങ്ക് കളറാണ്. ഫെറസ് സൾഫേറ്റ് പെയിൽ ഗ്രീൻ, ഒരു ഇളം പച്ച കളറാണുള്ളത്. ദെൻ ഫെറിക് ക്ലോറൈഡിന്റെ കളർ ഡാർക്ക് ഗ്രീൻ ആണ്. ദെൻ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് കളറും മാംഗനീസ് ഡയോക്സൈഡ് ബ്ലാക്ക് കളറുമാണ്. ദെൻ ഫെറിക് ഓക്സൈഡ് ബ്രൗൺ കളർ, മാംഗനീസ് സൾഫേറ്റ് ഡിം പിങ്ക് ആണ് അതിന്റെ കളർ വരുന്നത്. ഈ കളേർഡ് കോമ്പൗണ്ട്സ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് നോക്കാം. കൊബാൾട്ട് നൈട്രേറ്റ്, കാഡ്മിയം സൾഫേറ്റ്, അയോൺ ഓക്സൈഡ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് കളർ കൊടുക്കാൻ വേണ്ടി, ഗ്ലാസുകൾക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കോപ്പർ ആൻഡ് ക്ലോറിൻ, കോപ്പറും ക്ലോറിനും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഗീവ് ബ്ലൂ കളർ ടു ഫയർ വർക്സിലൊക്കെ നമുക്ക് ബ്ലൂ കളർ വരാൻ വേണ്ടിയിട്ട് കോപ്പറിന്റെയും ക്ലോറിന്റെയും കോമ്പൗണ്ട്സ് കൊടുക്കാറുണ്ട്. Then compounds of copper and cobalt give color to clay vessels. Clay vesselsന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് കോപ്പറിന്റെയും കൊബാൾട്ടിന്റെയും സംയുക്തങ്ങൾ ഉപയോഗിക്കാറുണ്ട്. Then osmium ഫാബ്രിക്സിന്, സ്പെഷ്യൽ ഫാബ്രിക്സിന് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓസ്മിയം യൂസ് ചെയ്യാറുണ്ട്. ട്രാൻസിഷൻ മെറ്റൽസിന് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ആണുള്ളതെന്ന് പറഞ്ഞു നമ്മൾ. ഔട്ടർമോസ്റ്റ് ഡി സബ്ഷെല്ല് ഹാഫ് ഫിൽഡ് ആയിരിക്കും അല്ലെങ്കിൽ അൺഫിൽഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ 12ാമത്തെ ഗ്രൂപ്പില് 3 എലമെന്റ്സ് ഉണ്ട്, സിങ്ക്, കാഡ്മിയം ആൻഡ് മെർക്കുറി. ഈ 3 എലമെന്റ്സിന്റെ കേസിൽ ഇതിന് ഫുള്ളി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് ആണ് ഉള്ളത്. അതായത് ഇതിനെ നമ്മൾ പറയുന്ന പേര് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇവരെ ട്രാൻസിഷൻ എലമെന്റ്സ് ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ ഇവരെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഡി സബ്ഷെല്ലിൽ തന്നെയാണ്. അതിന്റെ കാരണം ഡി സബ്ഷെല്ലിൽ ട്രാൻസിഷൻ എലമെന്റ്സുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഇവർക്കുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവര് ട്രാൻസിഷൻ എലമെന്റ്സിൽ പെടില്ല. അതിന്റെ കാരണം ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. സിങ്കിന്റെ അറ്റോമിക് നമ്പർ 30 ആണ്. നമ്മൾ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 1s2 2s2 2p6 3s2 3p6 4s2 3d10. നമ്മൾ ഓർഡറിൽ എഴുതുമ്പോൾ 3d10 4s2 എന്ന് വരും. ഇവിടെ ഡി സബ്ഷെൽ 3D സബ്ഷെൽ ഫുള്ളി ഫിൽഡ് ആണ്.
അല്ലെ. 3D-യിൽ 10 ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് മെയിൻ കാരണം ഇതിനെ നമ്മൾ ട്രാൻസിഷൻ എലമെന്റ്സിൽ ഉൾപ്പെടുത്താത്തതിന്. ദെൻ രണ്ടാമത്തെ കാര്യം കാഡ്മിയം ആണ്. ഈ കാഡ്മിയത്തിന്റെ അറ്റോമിക് നമ്പർ 48 ആണ്. ഇത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ഇവിടെയും അവസാനത്തെ ഡി സബ്ഷെൽ അത് 4D ആണ്. അതിലും 10 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ഫിൽഡ് ആണ്. പിന്നെ വരുന്നത് മെർക്കുറി ആണ്. മെർക്കുറിയുടെ അറ്റോമിക് നമ്പറും 80 ആണ്. ഇത് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അവസാനത്തെ ഡി സബ്ഷെല് ഫുള്ളി ഫിൽഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവരെ പറയുന്ന പേര് സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നുള്ളത്. അതുപോലെ 11ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന കോപ്പർ, സിൽവർ, ഗോൾഡ്, CuAgA, ഈ 3 എലമെന്റ്സിനെ നമ്മൾ ഒരുമിച്ച് ചേർത്ത് പറയുന്ന ഒരു പേരാണ് കോയിനേജ് മെറ്റൽസ്. കോയിനേജ് മെറ്റൽസ് എന്ന് പറയാൻ കാരണം പണ്ട് കാലങ്ങളിൽ കോയിൻ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന 3 മെറ്റൽസ് ആണിത്. അതുകൊണ്ട് ഇവരെ പറയുന്ന പേര് കോയിനേജ് മെറ്റൽസ് എന്നാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന് വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് ഇവയെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതായത് കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? Catalyst is a substance that speeds up a chemical reaction and do not take part in that chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ആക്കാൻ അതിന്റെ വേഗത കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് കാറ്റലിസ്റ്റ്. ആ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയുമില്ല. അപ്പോൾ ട്രാൻസിഷൻ എലമെന്റ്സും അതിന്റെ കോമ്പൗണ്ട്സും കെമിക്കൽ റിയാക്ഷൻസിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ഏതൊക്കെ ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ റിയാക്ഷനിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ വനേഡിയം പെന്റോക്സൈഡ്, വനേഡിയത്തിന്റെ കോമ്പൗണ്ട് ആണ്. ഈ വനേഡിയം പെന്റോക്സൈഡ് V2O5 ഇത് ഉപയോഗിക്കുന്നത് മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന രാസപ്രവർത്തനത്തിലെ കാറ്റലിസ്റ്റ് ആണ് ഈ വനേഡിയം പെന്റോക്സൈഡ്. ഇനി അതുപോലെ അമോണിയ നിർമ്മിക്കുന്ന രാസപ്രവർത്തനത്തിന്റെ കാറ്റലിസ്റ്റ് ആണ് സ്പോഞ്ചി അയോൺ. ദെൻ ഈ അയൺ ആണ്, സ്പോഞ്ചി അയോൺ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുകയുമില്ല. ഈ അമോണിയ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിന് ത്വരിതപ്പെടുത്തുന്നു അല്ലെങ്കിൽ സ്പീഡപ്പ് ആക്കുന്നു. നിക്കൽ ഉപയോഗിക്കുന്നത് വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിന് സ്പീഡ് കൂട്ടാൻ അതിന്റെ കാറ്റലിസ്റ്റ് ആയിട്ടാണ് നിക്കൽ ഉപയോഗിക്കുന്നത്. ഈ വനസ്പതി അല്ലെങ്കിൽ ഡാൽഡ നിർമ്മിക്കുന്നത് ബൈ ഹൈഡ്രോജനേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ്. വെജിറ്റബിൾസ് ഓയിൽസിന്റെ ഹൈഡ്രോജനേഷൻ വഴിയാണ് ഈ ഡാൽഡ അല്ലെങ്കിൽ വനസ്പതി നിർമ്മിക്കുന്നത്. അതിലെ കാറ്റലിസ്റ്റ് ഏതാണ്? നിക്കലാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. അത് ദേ ആർ മെറ്റൽ. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത് മെറ്റൽസ് ആണ്. അവയെല്ലാം ലോഹങ്ങളാണ്. Then they are hard and have high densities. അവ ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള, വളരെ ഡെൻസിറ്റി കൂടിയതും ഹാർഡ് ആയിട്ടുള്ളതുമായുള്ള എലമെന്റ്സ് ആണ്. Then അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഇൻ ദ ഡി സബ്ഷെൽ ഓഫ് their penultimate shell. അവസാനത്തെ ഷെല്ലിലെ തൊട്ട് മുൻപത്തെ ഷെല്ലിന്റെ ഡി സബ്ഷെല്ലിലാണ് അവസാനത്തെ ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത്. Then they belong to 3 to 12 groups of periodic table. പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്സിലാണ് ട്രാൻസിഷൻ എലമെന്റ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. They show variable oxidation states. അവ വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് കാണിക്കുന്നു. They form colored ions and compounds. ട്രാൻസിഷൻ എലമെന്റ്സ് കളേർഡ് അയോൺസും കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ഫോം ചെയ്യുന്നു. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി എഫ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.